എന്താ ഒരു ചിന്താമഗ്നായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഡിസ്ചാർജ് എഴുതി തന്നു, അതിന്റെ വിഷമത്തിലിരിക്കുക. എന്തായിരുന്നു അസുഖം? സാറേ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ചാടി നല്ലപോലെ വെള്ളം കുടിച്ച് താണു വരികയായിരുന്നു. എന്റെ ഗ്രഹപ്പഴക്ക് ഏതോ കാലമാടന്മാര് കണ്ട് വന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ദേ ഡിസ്ചാർജു. നിങ്ങൾ എന്തിനാ ചെറുപ്രായത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? വേറെ എന്ത് ചെയ്യും സാറേ? എടോ, ഞങ്ങളിവിടെ മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി രാപകലില്ലാതെ പാടുപെടുക, താനുള്ള ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ന്യായമാണോ? സാർ എന്താണ് ഈ പറയുന്നത്? സാറിന് വല്ല വിവരമുണ്ടോ? ജീവിക്കാനൊരു ജോലിയില്ല, സഹായിക്കാൻ ഒരാളില്ല. ഞാൻ ദിവസവും സാറിന്റെ വീട്ടിൽ നേരത്തെ കയറി വന്ന സാർ എനിക്ക് ഭക്ഷണം തരുമെന്ന് സാറിനറിയോ? ആത്മഹത്യ ചെയ്ത് മടുത്തു സാർ. ഓഹോ, അപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ല? അല്ല, 4-5 പ്രാവശ്യമായി. ഓരോ പ്രാവശ്യം ചത്തേന്ന് വരുമ്പോഴേക്ക് ഇതുപോലെ വല്ല കാലമാടുമാരും വന്ന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ആശുപത്രിയിലെ കൊണ്ടുവന്നാക്കും. ഇത് സ്വർണ്ണമാണോ? സ്വർണ്ണാണെങ്കിൽ ആത്മഹത്യ ചെയ്യും സാറേ. തനിക്ക് എന്തായാലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? എന്റെ സാർ ഒരു ജോലി എനിക്കില്ല, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. ഡോക്ടറുടെ ജോലി ചെയ്യാവോ? അല്ല, ഡോക്ടറെ ജോലി ചെയ്യാനുള്ള പഠിപ്പ് എനിക്കില്ലല്ലോ. എനിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും ജോലി എന്നാ നോക്കാം. ഞാൻ പഴയ SSLC. സൂപ്രണ്ടെന്ന് കാണട്ടല്ലേ? കണ്ടു നോക്കട്ടെ സാർ. താനൊരു കാര്യം ചെയ്യേ, നാളെ വന്ന് സൂപ്രണ്ടെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞേക്കാം. അതിനിടയ്ക്ക് ആത്മഹത്യ ചെയ്തേക്കരുത്. അല്ല, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ വിലയുള്ള സാധനമാണോ? അല്ല, അത് ജോലിയും കാര്യമൊക്കെ ഉള്ളവർക്ക്. ഇതിപ്പോഴും എനിക്ക് മനസ്സിലായി. നാളെ ജോലി ശരിയാവും. അതെ, ശരി. അപ്പോഴേ എല്ലാരോടും വരട്ടെ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. കാൻ ഐ മീറ്റ് സിസ്റ്റർ അൽഫോൻസ? മലയാളിയാണല്ലേ? ഓ ഗോഡ്, എങ്ങനെ മനസ്സിലായി? ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. എന്താ പേര്? പീറ്റർ ഫെർണാണ്ടസ്. എന്താ പേരിലൊരു വരട്ടില്ലേ? ഓഹോ, അപ്പൊ വരട്ടാൻ വേണ്ടിയിട്ട പേരാണല്ലേ? ആരാണാവോ കാറിനകത്തിരിക്കുന്ന മഹാൻ? അറിയില്ലേ? സുപ്രസിദ്ധ ഗായകൻ എബി പെരേര. കേട്ടിട്ടില്ലേ? ഇല്ല. ദ ഫേമസ് മ്യൂസിഷ്യൻ എബി. കേട്ടിട്ടില്ല? നോ. ദ ഗ്രേറ്റ് പെയിന്റർ പിക്കാസോ മൺവെട്ടി ഒന്നും പോയി. എബി പെരേര. ദ സിംഗർ, ദ ഗ്രേറ്റ് മ്യൂസിഷ്യൻ, above all the great painter. ഇവർക്ക് എല്ലാവർക്കും കൂടി കയറിയിരിക്കാനുള്ള സ്ഥലം അയാളുടെ തലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? പീറ്റർ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഒരു ശില്പി കൂടിയാണ്. ഓഹോ, അപ്പോ അതും കൂടി ഉണ്ടോ? ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെ സഹിക്കും? ഇവിടുത്തെ കോളേജ് ബ്യൂട്ടീസ് ആണല്ലേ? എന്താ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, നഗ്ന നേത്രം കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. വിഷമിക്കണ്ട, സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഒറിജിനൽ ബ്യൂട്ടി എത്രമാത്രം ഉണ്ടെന്നറിയാമല്ലോ. അയ്യോ പ്ലീസ് എബി, നീ അതെടുക്കരുത്. അത് മാത്രം എടുക്കരുത്. ശരിയാവില്ല. അയ്യോ, അമേരിക്കന്ന് കൊണ്ടുവന്ന നേക്കഡ് ഗ്ലാസ് ആണ്, എല്ലാം കാണാം. അയ്യോ എബി, പാവങ്ങൾ സ്റ്റുഡൻസ് ആണ്, അത് എടുക്കരുത്. എടുക്കരുത്. പിന്നെ ഇങ്ങോട്ട് പോസൊക്കെ കണ്ടോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, നീ മാറുന്നില്ല. വേണ്ട, പറ്റില്ല. നീ മാറുന്നില്ല. വേണ്ട, നിന്റെ ബ്യൂട്ടി ആർക്ക് കാണണം? പിന്നെ എല്ലാരും ഒന്ന് എഴുന്നേറ്റ്. ഒറിജിനൽ ബ്യൂട്ടി ഒന്നുകൂടെ കാണട്ടെ. കമോൺ. പുറമേന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല. ഇനി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോ എങ്ങനെയാണെന്ന് അകത്ത് കയറിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. വലിയ മോശമില്ലെന്ന് തോന്നുന്നു. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അയ്യേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ല ഹോട്ടലിന് റൂം എടുക്കാവുന്നു. അവിടെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇവിടെ എന്താ കുഴപ്പം? അവിടെയാണെങ്കിൽ ഫോൺ എടുക്കുന്നു, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ന്യൂഡിൽസ് എന്ന് ഓർഡർ ചെയ്യുന്നു, ഫോൺ താഴെ വെക്കുന്നു, ക്ലിങ് സാധനം എത്തുന്നു, പരമസുഖം. അതിനേക്കാൾ സുഖം ഇതെല്ലാം ഇവിടെ വെച്ച് കഴിക്കുന്ന. അതൊക്കെ ശരിയാ, പക്ഷെ അതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അത് പ്രശ്നമല്ല, ആളെ കിട്ടി. ആരെ? നീ തന്നെ. ഞാനോ? പിന്നെ നിന്നെ എന്തിനാ കൂടെ കൊണ്ടു നടക്കുന്നത്? അല്ല, അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ ഒരു പ്രയാസം പോലെ. ഇവിടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. പീറ്ററിന് നല്ല പണിയുണ്ട്. അത് ഞാൻ ചെയ്യണോ? പിന്നല്ലാതെ. അമേരിക്കയിലോട്ടൊക്കെ പോകേണ്ട ആളല്ലേ, എന്തെങ്കിലും ഒരു വർക്ക് അറിഞ്ഞിരിക്കണ്ടേ? അത് ശരിയാ. അമേരിക്കയിൽ നിർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ? അല്ല, അമേരിക്കയിൽ എത്തുമ്പോ പണിയിൽ ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം.
എടാ കള്ള, ഇതാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പഠിച്ചു. ആരാ? ഓ, ആരാണെന്ന്? എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നീ പോയിക്കോ, പിന്നെ ഞാൻ. പ്ലീസ്. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ചോദിക്കാം. എന്താ പേര്? അറിയണമെന്ന് നിർബന്ധാണോ? അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ എലിസബത്ത്. ബ്യൂട്ടിഫുൾ നെയിം. പേടിക്കണ്ട. I am Nilina, BSc first year. I am Sandhya, second BSc Commerce. I am Lima, BSc Chemistry. I am Sindhu, first BSc Zoology. ഏയ്, ആ കണ്ണാടി ഇപ്പോഴും കയ്യിലുണ്ടോ? സൂക്ഷിച്ചു വെച്ചോളേ. Okay, see you. പിന്നെ ഭയങ്കര ചേത്തായി പോയി. നീ വല്ലാതെ പേടിച്ചു പോയല്ലേ? ഇതിന് ഞാൻ പകരം വിട്ടു. നീ എങ്ങോട്ടാ? നീ അങ്ങോട്ടാ? ഞാൻ റെസ്റ്റോറന്റിലോട്ട്. ഞാനും അങ്ങോട്ട് തന്നെ. നിലീനെ എന്നോടൊപ്പം ഉണ്ട്. അതിനെന്താ? നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. എന്തോ റെസ്റ്റോറന്റിൽ പോകുമ്പോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഓസിന് ഞണ്ണാൻ കിട്ടപ്പം കൂടെ ആയിരുന്നാലും എന്താ അല്ലേ? അതെ, ഒരു കാര്യം, അമ്മായിയപ്പനെന്നോ മരുമോനെന്നൊക്കെ ഫോണിൽ വെച്ച് കാച്ചെന്ന് കേട്ടു. അവളെ കല്യാണം കഴിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഞാൻ ഷിക്കാഗോയിലേക്ക് എഴുതും. നീ എഴുതൂ. അയ്യ, മണ്ടത്തരം പറയാതെ. ഇപ്പഴെഴുതുന്ന കാര്യമല്ല, റെസ്റ്റോറന്റിൽ പോകുമ്പോ ആരെങ്കിലും എഴുതുവോ? നീ നടന്നേ. ഏത് റെസ്റ്റോറന്റിലേക്കാ? ലേക്ക് വ്യൂ. ഓ, അവിടെ ഒരു സുഖമില്ല. കൈനടി പോവാം. എനിക്ക് അവിടെ ഇഷ്ടമല്ല. എലൈറ്റ് ആണോ? വേണ്ട. എലൈറ്റിന് എന്താ കുഴപ്പം? കൈനടിക്ക് എന്താ കുഴപ്പം? തർക്കം വേണ്ട. ആദ്യം ലേക്ക് വ്യൂ, പിന്നെ എലൈറ്റ്, അത് കഴിഞ്ഞ് കൈനാടി. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോകണു. പെണ്ണെടുത്തിരുന്നപ്പോ ഡ്രൈവിംഗ് മറന്നോ? എന്താണ്? എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് ഇറങ്ങി തള്ളിക്കേ. തള്ളാനോ? ആ, ഞാൻ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. ഇറങ്ങ്. എന്തൊരു കഷ്ടമായി പോയി നോക്കിക്കേ. നല്ലപോലെ തള്ളടാ. നല്ലപോലെ പിന്നെ ചീത്തയായിട്ടാ തള്ളുന്ന. നീ തള്ളിക്കോ, തള്ളിക്കോ, തള്ളിക്കോ. ആദ്യം ബ്രേക്ക് രണ്ടുപേർക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. ഓക്കെ? നോ, എനിക്ക് ചപ്പാത്തി വെജിറ്റബിൾ കറി. ചപ്പാത്തി വെജിറ്റബിൾ കറി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഓക്കെ, അവിടെ ചപ്പാത്തി വെജിറ്റബിൾ കറി, എനിക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. കുടിക്കാൻ? കുടിക്കാൻ 2 സേമിയ പായസം. സേമിയ പായസോ? അയ്യേ, ആർക്ക് വേണം? എനിക്ക് ഫ്രഷ് ലെമൺ മതി. എനിക്ക് സേമിയ പായസം വേണം. ഇവിടെ ഫ്രഷ് ലെമൺ, എനിക്ക് സേമിയ പായസം. ശരി. സേമിയ പായസോ? ഇത് വലിയ പ്രശ്നമാകും. എന്താ? അല്ല, രണ്ടുപേർക്കും 2 അടുക്കള വേണ്ടി വരുമെന്ന് പറയായിരുന്നു. നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിച്ചാലോ? കോംപ്രമൈസോ? ഈ ഫാമിലി ലൈഫില് കോംപ്രമൈസ് ആവശ്യമാണെന്നാണല്ലോ. എന്റെ ബട്ടൂര ഞാൻ പിൻവലിച്ച് ചപ്പാത്തി ആക്കുന്നു. പകരം നിലീനയുടെ വെജിറ്റബിൾ കറി പിൻവലിച്ച് ചില്ലി ചിക്കൻ ആക്കുന്നു. ഇഷ്ടാണെന്ന് വിചാരിച്ച് എന്റെ ടേസ്റ്റ് ഒന്ന് സറണ്ടർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാ എനിക്കും പറ്റത്തില്ല. എന്നാ മിണ്ടാതിരി. നീ മിണ്ടാതിരി. നീയും. സ്റ്റോപ്പ് പ്ലീസ്. സ്റ്റോപ്പ് പ്ലീസ്. ബ്ലഡി ഇന്ത്യൻസ് ഒരുത്തനും നിർത്തുന്നില്ല. അവരിപ്പോ ഓർഡർ ചെയ്ത് തീറ്റ തുടങ്ങി കാണും. സ്റ്റോപ്പ് പ്ലീസ്. അയ്യോ, കൊല്ലാൻ പോണു. ഹലോ. ഹായ്, ലീമയോ? ഹലോ. എന്താ ഇവിടെ? ലീമ വഴി വരുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? ഓഹോ, അതുകൊള്ളാമല്ലോ. ലീമയെ ആദ്യം കണ്ട നിമിഷം മുതൽ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കളറായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നശിപ്പിച്ചല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങോട്ടാ? ലീമയ്ക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം, അങ്ങോട്ട് പോകാനാണ് എന്റെ ഇഷ്ടം. വരൂ, കയറിക്കോളൂ. താങ്ക് യു. ഇവിടെയല്ല, ബാക്കില്. ഓ, കറക്റ്റ്.
ബില്ല് ഞാൻ പേ ചെയ്യാം. ഞാൻ പേ ചെയ്യാം. ക്ഷണിച്ചത് ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ പേ ചെയ്യാം. ഈ ബില്ല് എനിക്ക് പേ ചെയ്യണം. അടുത്തത് എബി ചെയ്തോ. ഈ ബില്ല് ഞാൻ പേ ചെയ്യും. ഞാൻ പേ ചെയ്യും. തമാശക്കാരാ, ഇവന്റെ ചില നേരത്തെ പ്രവൃത്തികൾ കാണുമ്പോഴേ ചിരിച്ചിരിച്ചിരിച്ച് മണ്ടപ്പം. അതല്ലേ ഞാനിവനെ വിടാതെ പിന്നാലെ കൂടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബില്ലിന്റെ പ്രശ്നം അത് ഞാൻ സോൾവ് ചെയ്യാം. വഴിയുണ്ടെന്നേ. കമാൺ. 2 ഫ്രൈഡ് റൈസ്, 3 നൂഡിൽസ്, 4 ചില്ലി ചിക്കൻ, 10 ചപ്പാത്തി. എല്ലാ ബില്ലും കൂടെ ഒരുമിച്ച് എഴുതിക്കോളൂ. ഇനി ആരാന്ന് വെച്ചാൽ ബില്ല് പേ ചെയ്തോളൂ. പ്രശ്നം തീർന്നില്ലേ? അയ്യോ, ഐസ്ക്രീം പറയാൻ മറന്നുപോയി. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം വിത്ത് കരാമൽ കസ്റ്റാർഡ് വിത്ത് ട്രിപ്പിൾ പുഡിംഗ്. എബി അവര് പോയി സർ. പോയല്ലേ? എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല. ഒരു ചായ മാത്രം മതി. സാർ ബില്ല് ചെല്ലേ. നിനക്കിത് എന്തിന്റെ നെളിപ്പാ? രാവിലെ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനിടെ കൂടെ ഓട്ടോ, വെടിയും വെക്കണം, ഇഷ്ടമൊന്നും പറയണോ? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അങ്കിളും ആന്റിയും എനിക്ക് സ്റ്റേറ്റിന് ചെലവിന് അയച്ചു തരുന്നത് നിന്നെ ഫോളോ ചെയ്യാനാ. എന്നാ പിന്നെ വാല ഒഴിക്കാൻ കൂടെ വാ. എന്റെ കർത്താവ്, എന്തെല്ലാം പണി ചെയ്യണം. രാവിലെ എഴുതേക്കണം, കാപ്പി ഉണ്ടാക്കണം, മാർക്കറ്റിൽ പോകണം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഓടാൻ മാത്രം ഞാൻ. അമേരിക്ക പോണ്ടേ? അമേരിക്കയിൽ ഓടിയാണോ പോകുന്നത്? ഫ്ലൈറ്റിനല്ലേ? ഞാനില്ല. നീ ജിംനേഷ്യത്തിൽ കാണുമല്ലോ. ഞാൻ വീട്ടിൽ കാണും. ഹായ്. ഹലോ. ഐ ആം പീറ്റർ. അതിന് ഓർമ്മിപ്പിക്കണോ സാറേ? ഓർമ്മയുണ്ടല്ലേ? പിന്നെ മറക്കാൻ പറ്റുമോ? സ്വപ്നം ഇപ്പോഴും കാണാറുണ്ടല്ലേ? പിന്നെ കണ്ണാടി ഇപ്പോഴും കയ്യിലുണ്ടോ? കണ്ണട ചുമ്മാ തമാശക്ക്. രാവിലെ ഓടാൻ ഇറങ്ങിയതാണോ? അല്ല, വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാ. ഈ വയറും കൊണ്ട് എങ്ങനെയാ ഓടുന്നേ? വയറും കൊണ്ടല്ലോ, കാലും കൊണ്ടല്ലേ ഓടുന്നത്. എന്ത് ചെയ്യുന്നു? ഓടുന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞു വരുന്നു. എന്റെ പപ്പയും അമ്മയും സ്റ്റേറ്റ്സിലാ. പപ്പ ഒരു ഹോട്ടൽ കോംപ്ലക്സിൽ MD-യാ. ഞാനൊരൊറ്റ മകനാ. പിന്നെ എന്റെ കൂടെ ഒരുവനുണ്ടല്ലോ, കന്നഡ എബി. അവൻ എന്റെ കൂടെ കൂടിയിരിക്കുക, അമേരിക്കയിൽ പോകണമെന്നും പറഞ്ഞു. സംഗതി തീറ്റപ്പണ്ടാരമാണെങ്കിലും അവൻ നല്ലപോലെ കുക്ക് ചെയ്യും, എല്ലാ പണികളും ചെയ്യും. നല്ലൊരു പ്ലെയറാ. എന്ത് പ്ലെയർ? സപ്ലയർ. എനിക്ക് വേണമെങ്കിൽ നാളെ തന്നെ സ്റ്റേറ്റ്സിൽ പോകാം. എന്നിട്ട് എന്താ പോകാത്തത്? പാവം ബേബി, അവന്റെ ജോലി കൂടി ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതി. അതൊക്കെ പോട്ടെ, ലീമ എന്റെ കൂടെ സ്റ്റേറ്റ്സിൽ വരുന്നു. വരാമല്ലോ. വേലയിൽ കിടന്ന പാമ്പിനെ എടുത്ത് പോക്കറ്റിലിട്ടു എന്ന് പറഞ്ഞ പോലെയായി. പോക്കറ്റിലല്ലടാ. എനിക്ക് അത്രേ വിവരമുള്ളൂ. നീ വിഷയം മാറ്റല്ലേ. ഈ പോക്ക് പോയാ നീ ഇടി കൊടുത്തും വാങ്ങിയും ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്റെ അമേരിക്ക എന്നു മുതലാ സാറിന്റെ അമേരിക്ക ആയത്? കളിയാക്കണ്ട. ഇതിനെല്ലാം ഞാൻ എണ്ണി നിന്നെ കൊണ്ട് കണക്ക് കുറയ്ക്കും. വരുന്നുണ്ട്, കൈ നെറ്റിക്ക് ഹോണ്ട. അടുത്ത അടി കൊള്ളാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. എനിക്കവളെ കാണുന്ന തന്നെ കലിയാ. അവളുടെ ഒരു ഇളക്കവും മറിച്ചിലും മുഖോരച്ച് ഒരച്ചടി കൊടുക്കാനോ തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നു മുതൽ അവളുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചോളണം. ഭാവിയിലെ 2 അമേരിക്കൻ പൗരന്മാരാ, അത് നീ മറക്കരുത്. എന്തിനാ അയാളുമായി വഴക്കുണ്ടാക്കാൻ പോയത്? അയാൾക്ക് വട്ടാണെന്ന് അറിഞ്ഞൂടെ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിവിടെ ഡെയിലി ഉള്ള പരിപാടിയാ, ബോഡി മസാജ്. ഇവനിവിടെ 3 നേരവും ചുമ്മാ ചാപ്പാടിച്ച് നടക്കുന്നല്ലേ, എന്തെങ്കിലും വ്യായാമം വേണ്ടേ? മസാജ് തുടർന്നുള്ളൂ. ഒന്ന് പോരാ. ഇനി ഇതുമാതിരി പോക്കെടുത്തിരുവായി നടന്ന പിന്നെ ഞാനുണ്ടാവില്ല എബിയുടെ കൂടെ. എന്താ? ആ തുണി ഭയങ്കര റഫ്. തുണി മാറ്റ്. കൈവച്ചൊന്ന് തിരുമ്മി നോക്കിയേ, ചിലപ്പോ ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ ശരിയാവുമെന്ന്. ഒന്നുകൂടെ മർത്ത്. ഇപ്പൊ കൊള്ളാം. അത്രയ്ക്കൊന്നുമില്ല, കൂടുതൽ അഭിനയിക്കണ്ട. ഇത്ര അമർത്തിയാ മതി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്താ? ലോകത്തുള്ള വലിയ വലിയ കുസ്തിക്കാരന്മാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടി കൊണ്ട് കിടന്നാ കൊള്ളാവും. അയ്യോ, അതെന്തിനാ? അല്ല, പിന്നെ അമൃതനേക്കാൾ വീര്യമുള്ള നിലീനയുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ മൃതസഞ്ജീവനി പോലെ ഇങ്ങനെ. മതി. കുളിമുറി കേറാൻ കാത്തിരിക്കും ഫോൺ വിളിക്കാൻ. ഹലോ, യെസ്, പീറ്റർ ഫെർണാണ്ടസ് സ്പീക്കിംഗ്. ഷിക്കാഗോ. ഷിക്കാഗോ അങ്കിളെ, ഇത് ഞാനാ പീറ്റർ. ഇല്ല, എബി പുറത്തു പോയിരിക്ക. ഇല്ലില്ല, ഇപ്പൊ കറക്കൊക്കെ കുറച്ചിരിക്ക. എന്നെ ഭയങ്കര പേടിയാ. പറയാം. അങ്കിളെ,
എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കണേ. പിന്നെ എന്റെ കാര്യം ഹലോ ഹലോ, എന്റെ കാര്യം പറയുമ്പോ അപ്പൊ ഫോൺ കട്ടാവും. പിന്നെയും ഫോൺ. ആ, എന്റെ കാര്യം മറക്കരുതേ. Is it 5666? 5666 തന്നെ. എബി ഇല്ല, പീറ്റർ ഫെർണാണ്ടസ്. മേഡം ആരാ? അത് എബിയോട് പറഞ്ഞോളാം. ഹലോ, പീറ്റർ ഫെർണാണ്ടസ്. മിസ്റ്റർ, നിങ്ങൾ ആരാ? ടെലിഫോൺ ഓപ്പറേറ്ററോ? ഒരു കാര്യം പറഞ്ഞേക്കാം, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? വിഴുങ്ങിക്കളയോ? താൻ ആരാ? പ്രൈം മിനിസ്റ്ററോ? അല്ല, എബി. ഐ ആം സോറി. ഞാനാ നിന്നീന. ആക്സിഡന്റ് കേസ്. ഓ, എബിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഇത്തിരി ഫോണിൽ കൂടി പറയാവുന്ന കാര്യമല്ല. ഒരു കാര്യം ചെയ്യോ? നാളെ എബി ഒന്ന് റെസ്റ്റോറന്റിൽ വരുമോ? ഏത് റെസ്റ്റോറന്റ്? കൈനഡി മോട്ടൽസ്, ഷാർപ്പ് at 11. ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്. എബി വരും, വരാതിരിക്കില്ല. ഒന്നും വേണ്ട. എന്തിനാ വിളിച്ചത്? എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കി. ദേ, ആളെ ഒരുമാതിരി വടിയാക്കരുത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി അതിന്റെ പേര് ബ്ലാക്ക്മെയിൽ ചെയ്യുക. നിന്റെ നാം ഇറങ്ങിപ്പോയോ? അതോടെ വെച്ചേ. ദേ പെണ്ണെ, വിളച്ചിലെടുക്കല്ലേ. നിന്റെ സർക്കസ് ഒന്നും എന്റെ അടുത്ത് വേണ്ടാന്ന്. നിങ്ങൾ എന്തിനാ ചുമ്മാ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെ കുറച്ചു നേരം ആയല്ലോ. ഇത് ഞങ്ങൾ അമ്മ തീർത്തോളാം. എന്ന് വെച്ചാൽ പബ്ലിക് സ്ഥലം. എനിക്കിപ്പോ എന്താ? മറ്റൊന്നുമല്ല, എനിക്ക് ഇയാളെ ഇഷ്ടാ. കാളവണ്ടിക്കാരൻ. റെസ്റ്റോറന്റിൽ വെച്ച് കുട്ടി പറഞ്ഞില്ലേ ഒരു കാര്യം? അപ്പോ പെട്ടെന്ന് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതിനെനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എനിക്കിതിലൊന്നും അത്ര പരിചയമില്ലേ. പിന്നെ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചു ഒരുപാട്. സ്നേഹിക്കുക, കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു സുഖം തന്നെയാണ്. ഇക്കാര്യം കുട്ടിയോട് എങ്ങനെയാണെന്ന് അവതരിപ്പിക്കുക? പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊക്കെ പറയാറില്ലേ? ആ അവസ്ഥയിലാണ് ഞാൻ.
ഒന്നാലോചിക്കുമ്പോ നേരിൽ പറയേണ്ടത് നേരിൽ തന്നെ പറയണമല്ലോ. സ്നേഹിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും ഒക്കെ ഇപ്പൊ തോന്നുന്നു. പക്ഷേ അത് കുട്ടിയല്ല. ബിക്കോസ് ഐ ഹേറ്റ് യു. വിശദമായിട്ട് പറഞ്ഞാൽ എനിക്ക് കുട്ടിയെ ഇഷ്ടമല്ലെന്ന്.